Watch India's largest kids library only on Jio Hotstar. Download the app now. അതെ കടക്കാരൻ ചേട്ടാ, രണ്ടു നല്ല ചായ എടുത്തട്ടെ. ഇപ്പൊ തരാട്ടോ. എങ്ങനെയുണ്ട് സാറേ? സുഖമായിട്ടിരിക്കുന്നു മോട്ടുപത്തിലോ. നിങ്ങൾ എത്ര വലിയ ആൾക്കാരാ, എപ്പോഴും പോകുമ്പോ മണി അടിച്ചോണ്ടല്ലേ പോകുന്നത്. ഇങ്ങനെ ടൺ ടണാട്ടൻ ടൺ ടണാട്ടെന്നും പറഞ്ഞ് എല്ലാവരും നിങ്ങൾ വരുമ്പോ വഴി മാറി തരുന്നു. മാത്രമല്ല നിങ്ങൾക്ക് ട്രാഫിക്കിന്റെ ടെൻഷനും ഇല്ല. സുഖമായിട്ട് ജോലിയും ചെയ്ത് അങ്ങനെ തിരിച്ചു വരാം. അതെ അതെ, ഞങ്ങളുടെ ജോലി ചെയ്തു നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. ഞങ്ങൾ 2 ദിവസത്തേക്ക് ലീവിന് പോവുക. ഞങ്ങൾക്ക് വേറെ ജോലി ഇതൊരാളെ കിട്ടിയിട്ടില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാലോ. അതിലെന്തിരിക്കുന്നു ചേട്ടന്മാരെ, ഞങ്ങൾക്ക് നിങ്ങളുടെ ജോലിയെ കുറിച്ച് ഒരു ഐഡിയ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ശരി, ഞങ്ങൾ ഓക്കെയാണ്. ഇതാ വണ്ടിയുടെ ചാവി പിടിച്ചോ, പിന്നെ ഈ ഫോണും. ശരി, ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ബൈ ബൈ. ഇപ്പൊ ഞാൻ അവര് എന്താ ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. വന്നിരിക്കുന്നു ഫയർമാൻ ജോലി ചെയ്യാനായിട്ട്. ഹലോ ചിങ്കം സാർ. ഹലോ ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ മോട്ടു പത്ലു, നിങ്ങൾ എന്താ ഈ വേഷത്തില്? ഗുഡ് ഗുഡ്, വെരി ഗുഡ്. ഓ ഹലോ ഹലോ, സ്കൈ ഹെവൻ ടവറിൽ 20ാമത്തെ ഫ്ലോറിൽ ഒരാൾക്ക് ആപത്തുണ്ട്. പോയി വേഗം രക്ഷിക്കൂ. എത്രയും പെട്ടെന്ന് അവിടെ എത്തും സാർ. ഓക്കെ സാറേ, നമുക്ക് പിന്നീട് കാണാം കേട്ടോ. സൂക്ഷിച്ചു വേഗം പോ. അതെ സാറേ, എക്സ്ക്യൂസ് മീ, സ്കൈ ഹെവൻ ടവർ എവിടെയാണുള്ളത്? അവിടെ ആ കാണുന്നതാണ് സാർ. താങ്ക് യു. പേടിക്കണ്ട പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും രക്ഷിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്നെ രക്ഷപ്പെടുത്താമോ? കള്ളൻ കള്ളൻ, ഇവരെ വേഗം പിടിക്കണേ. കള്ളൻ, ആരെങ്കിലും ഓടി വായോ. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. എന്നെ രക്ഷിക്കാനാണോ നീ വന്നിരിക്കുന്നത്? ഞാനേ എന്റെ വീട്ടിലായിരിക്കുന്നത്. ഫോൺ എന്താ ഇത് പത്തലു, നീ എങ്ങനെയാ താഴേക്ക് വന്നത്? അതെ, അവർക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ആരോ നമ്മളെ കളിപ്പിച്ചതാ. എന്റെ പത്തലു, അവിടെ പ്രശ്നമില്ലായിരിക്കാം. പക്ഷെ അങ്ങോട്ട് നോക്കൂ, മറ്റാർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ? ദേ അങ്ങോട്ട് നോക്ക്. അതെന്താ? അയ്യോ രക്ഷിക്കണേ, ഞാനിപ്പോ താഴെ വീഴുവേ. അയ്യോ ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ, നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഇനി എന്തിനാ നിങ്ങൾ നിലവിളിക്കുന്നത്? ഈ മോട്ടു പത്തലു വന്നല്ലോ നിങ്ങളെ രക്ഷിക്കാൻ. എടോ, നിന്ന് കഥാപ്രസംഗം പറയാതെ എന്നെ രക്ഷിക്ക്. ഇപ്പൊ രക്ഷിക്കാം കേട്ടോ. താനെന്നെ രക്ഷിക്കാൻ വന്നാണോ അതോ തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി വന്നതാണോ? അയ്യോ അയ്യോ, വേഗം വരൂ, ഇതെല്ലാവരും പിടിക്കൂ. എന്നിട്ട് നന്നായിട്ട് വലിച്ചു പിടിച്ചു വെക്കൂ. നിങ്ങൾക്ക് 2 നന്ദി. വാ വാ, മോട്ടു പത്ലു ഒരു ആളെ രക്ഷപ്പെടുത്തി. ബൈ ബൈ. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. ബോസിന്റെ തലയിൽ പിശാചിന്റെ തന്ത്രങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും ബോസ്. ആലോചിക്ക് നല്ലപോലെ ആലോചിക്ക്. ആലോചിക്കട്ടെ. ആഹാ, ഐഡിയ കിട്ടിപ്പോയി. ഹലോ ഫയർ സർവീസ്, മാൻഹോളിന്റെ ഉള്ളിൽ ഒരാൾ പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് വരൂ പ്ലീസ്. ഓക്കെ, ഇപ്പൊ തന്നെ വരാം. ഞങ്ങൾ വന്നു സാറേ. ഇവിടെയാണ് സാർ. അതെ, പേടിക്കണ്ട കേട്ടോ. ഞങ്ങൾ നിന്നെ വന്ന് രക്ഷിക്കാം. ഞങ്ങൾ ഇപ്പൊ തന്നെ എത്താം. പേടിക്കണ്ട. അയ്യോ, എന്താ ഇത്? പതല് രക്ഷിക്കണേ. അയ്യോ, അകത്തേക്ക് പോയി. ഇതേ എന്നെ കടിക്കാൻ തുടങ്ങി.
ഇതെന്താണ്? ആരെങ്കിലും ആരോ നമ്മൾ ഈ ഫോണിന് വേണ്ടിയാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഓ, അത് നോക്ക്, അവിടെ ഒരു ഡോഗി പേടിച്ചു പോയി എന്താ ചെയ്യേണ്ടത് അറിയാതിരിക്കുകയാണ്. അതെ, ഇതിനകത്ത് ആരും ഇല്ല കേട്ടോ. ഈ ഫോണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടി എവിടെയാ ഉള്ളത്? ഞാൻ ഫോണിന് വേണ്ടിട്ടാണ് നിങ്ങളെ അകത്ത് അയച്ചത്. ഈ ഫോൺ കിട്ടിയപ്പോഴാണ് എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ആണോ? അപ്പൊ അതാണ് കാര്യം. എന്നാ പിന്നെ ഈ ഫോൺ നീ തന്നെ ചെന്ന് എടുത്തോളൂ. വേണ്ട വേണ്ട, പ്ലീസ് അങ്ങനെ ചെയ്യല്ലേ. വേണ്ട ഇന്നാ, ഇന്നാ, എടുത്തോ. ഫോൺ കിട്ടിയല്ലോ. താഴോട്ടൊന്ന് നോക്കൂ. നിങ്ങൾ എന്റെ ഡോഗി അതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ. വളരെ നന്ദി. ഞങ്ങൾ ഒരുപാട് നേരമായി എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളോട് എങ്ങനെയാ നന്ദി പറയുക? പറയൂ, ഞാൻ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്താണ് തരേണ്ടത്? വേണ്ട വേണ്ട സാർ, ഞങ്ങൾക്ക് ഒന്നും തന്നെ വേണ്ട. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. താങ്ക് യു സോ മച്ച്. അത് ശരി. അപ്പൊ ഈ ഫോണിൽ എല്ലാ ന്യൂസും നീയാണ് പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ? എനിക്ക് മനസ്സിലായി. അന്നത്തെ ആ സ്യൂസൈഡും പിന്നെ ഇന്ന് വരെ ഉണ്ടായ ഈ തെമ്മാടിത്തരവും നിന്റെ കളിയായിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം നിന്റെ ഫോണൊന്ന് തരാവോ? ഈ ആള് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും ഫോൺ ചെയ്ത് നമ്മൾ ഒരുപാട് നേരം ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാ നമുക്ക് പോവാം. പോടാ പോടാ, വേഗം പോടാ, വേഗം. ആ, ഇനി വേഗത്തിൽ, ഇനി വേഗത്തിൽ. എവിടെ പോയി? താഴെ ഇറക്കി കൂട്ടിട്ട് പോടാ. എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? മോട്ടു പത്ലുവിനെ നശിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ ആലോചിക്കണം. പക്ഷെ അതിനു മുന്നേ ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. നിക്കടാ. ബോസിന് ചെകുത്തത്തിൽ എന്തെങ്കിലും ഐഡിയ വരാതിരിക്കില്ല ബോസ്. നമ്മൾ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. മോട്ടുപ്പത്തിൽ എങ്ങനെ ബോസിനെ ഫോളോ ചെയ്ത് വന്നാൽ നമ്മുടെ സകല സാധനങ്ങൾ ഇവിടുന്ന് കണ്ടുപിടിക്കും. നിങ്ങൾ വേഗം പുറപ്പെട്ടു പോടാ. അവരെ മിസ്ഗൈഡ് ചെയ്യേ. അവരെ വേറെ എങ്ങോട്ടെങ്കിലും കൂട്ടിയിട്ട് പോവാ. ഓക്കെ ബോസ്. ഫയർ ഫയർ, തീ കത്തുന്നുണ്ടേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കുക പ്ലീസ്. ഇവിടെയൊക്കെ ഫയർ കത്തന്നേ. ആരെങ്കിലും വേഗം ഫയർ എഞ്ചിനെ വിളിക്ക. രക്ഷിക്കൂ, തീ കത്തുന്നു, തീ കത്തുന്നു. രക്ഷിക്കൂ, തീ കത്തുന്നേ. ആരെങ്കിലും ഒന്ന് വേഗം ഒന്ന് രക്ഷിക്കേ. വേഗം ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. എന്താ ഇത് പെട്ടെന്ന് റിപ്പയർ ആയി പോയല്ലോ. പത്തുലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്താ ചെയ്യാ? നീ തന്നെ ആലോചിക്കൂ വേഗത്തിൽ. ഐഡിയ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ വെള്ളത്തിന്റെ പൈപ്പ് തുറന്നു വിടാം. എന്നിട്ട് അതിന്റെ സ്പീഡും കൂട്ടി വെക്കാം. നീ അതിൽ പിടിച്ച് തന്നെ മേളിൽ കയറി പൊയ്ക്കോ. എന്താ, ഓക്കെ അല്ലേ? അത് ശരി. അപ്പൊ ജോണേ, നീ വീണ്ടും നാടകം കളിക്കാൻ തുടങ്ങിയല്ലേ? ഞങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കിയല്ലേ? ഞാൻ തിരിച്ചു പോവാണ്. ഇല്ല, വേണ്ട വേണ്ട. ഞാൻ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്നെ രക്ഷിക്ക്. ഞാൻ ഈ തീയിൽ കുടുങ്ങിയേർക്കാണ്. മോട്ടു നിൽക്ക്. ഹലോ ഹലോ. അതെ, വീണ്ടും കള്ളം പറയുന്നു. ഞാൻ കള്ളം പറയുകയല്ല. എല്ലാ സ്ഥലവും കത്തുകയാണ്. ഞാൻ കൊള്ളയടിച്ച സാധനങ്ങളൊക്കെ തീയിൽ കത്തിപ്പോവുകയാണ് മോട്ടു. അത് ശരി. മോഷ്ടിച്ച സാധനങ്ങളൊക്കെ കത്തുവാണോ? വീണ്ടും കള്ളം പറയുവാണോ? സത്യത്തിൽ അതൊക്കെ കത്തുകയാണെങ്കിൽ വേഗത്തിലെടുത്ത് താഴേക്കിട്. ഇന്നാ പിടിച്ചോളൂ. ഇതാ, ഇന്നാ പിടിച്ചോളൂ. ഇപ്പോഴെങ്കിലും എന്നെ വേഗം ഒന്ന് രക്ഷിക്കും മോട്ടു. നീ എന്നെ എങ്ങനെ രക്ഷിക്കും മോട്ടു? ഏണി എവിടെയാണുള്ളത്? പറയാ. നിന്നെ രക്ഷിക്കാൻ എന്തിനാടാ ലാഡറൊക്കെ? എന്റെ ഈ കൈ പിടിച്ച് വന്നാ മതി. വരൂ. അയ്യോ, ഇതിനും ഭേദമാ തീയായിരുന്നു. ഞാനിപ്പോ എങ്ങനെ രക്ഷപ്പെടും? Hey, the name
നെയിം സിംഗം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിള്. അറിയാമല്ലോ, ഇംപോസിബിള്. ജോൺ, യു ആർ അണ്ടർ അറസ്റ്റ്. കൊള്ളാമല്ലോ മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അഭിനന്ദനങ്ങൾ. ഞാൻ എന്ത് ചെയ്താലോ അത് കാരണം മോട്ടു പത്ലുവിന് നല്ലത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. Watch India's largest kids library only on Geo Hotstar. Download the app now.